ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞ ഹാലേലുയ. ഇന്ന് നമ്മളൊരു സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലുന്നത് അരുണിമയുടെ കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് UK MBA പഠിക്കുന്ന അരുണിമയ്ക്ക് എത്രയും വേഗം ഒരു ജോലി കിട്ടാൻ, സഹോദരൻ ആൽബർട്ടിൻ്റെ ബാങ്കിൽ ജോലിയിൽ പ്രൊമോഷൻ കിട്ടാൻ, അവരുടെ കുടുംബത്തിലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറുവാനും അതിൻ്റെ ഭാഗം വെപ്പൊക്കെ ക്ലിയറായിട്ട് നടക്കാനും, അതോടൊപ്പം തന്നെ സാമ്പത്തിക മേഖലയിലുള്ള തടസ്സങ്ങളെല്ലാം മാറി നല്ലൊരു ഭാവി ജീവിതം ഉണ്ടാകാൻ അങ്ങനെ ഒരുപാട് നിയോഗങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം നിയോഗങ്ങളൊക്കെ എഴുതുമ്പോൾ നമുക്ക് അത് എല്ലാവരുടെയും നിയോഗം എടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റും. കാരണം ഇവരുടെ ആ ആവശ്യമാണല്ലോ, അവരുടെ ആഗ്രഹമാണ് നമ്മളങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമുക്കത് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറച്ച് പേരുടെ നിയോഗങ്ങളൊക്കെ ഞാൻ പിന്നീട് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ നിയോഗം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം പ്രഭാഷകന്റെ പുസ്തകം 18-ാം അധ്യായം 15-ാം തിരുവചനം. മകനെ, നിന്റെ സൽപ്രവർത്തികളിൽ നിന്ന് കലർത്തരുത്. സമ്മാനം നൽകുമ്പോൾ വേദനാജനകമായി സംസാരിക്കരുത്. ഹാലേലുയ. വചനം പറയുകയാണ്, നിന്റെ സൽപ്രവൃത്തികളിൽ നിന്ദ കലർത്തരുത്. എന്ന് വെച്ചാൽ എന്താണ്? നല്ലൊരു കാര്യം ചെയ്തിട്ട് നമ്മൾ അതിനെ വേറൊരു രീതിയിൽ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരാളോടൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ അതിനകത്തൊക്കെ വേറെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നല്ല ഈ വചനം പറയണത്. അപ്പോൾ വചനം പറയുന്നതാണ്, സമ്മാനം നൽകുമ്പോൾ വേദനാജനകമായി സംസാരിക്കരുത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ നമ്മുടെ ജീവിതത്തിലും വന്നു പോയിട്ടുണ്ട്. നമ്മളെല്ലാം ബലഹീനരാണ്. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ടോക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുവാനും കുടുംബങ്ങളെല്ലാം അഭിവൃദ്ധി പ്രാപിക്കുവാനും സന്തോഷം, സമാധാനം, സർവ്വ ഐശ്വര്യം എല്ലാം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് നിങ്ങളെല്ലാവരെയും പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്യണം, ധാരാളം പേരിലേക്ക് ഈ വചനം എത്തിക്കണം. ഈശോയുടെ നാമത്തിൽ നിങ്ങളെ ഒരിക്കൽ കൂടി അനുഗ്രഹിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.